വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ SCRT ക്ലാസ് ആണ്. കേരള ഹിസ്റ്ററിയിൽ വരുന്ന 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 കേരളം ആധുനികതയിലേക്ക്. ഇത് കുറച്ചധികം വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് 2-3 പാർട്ടായിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഇത് ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഇതിനകത്ത് യൂറോപ്യന്മാരുടെ വരവും ആദ്യകാല ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം ഏതാണ്? കാപ്പാട്. കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം കാപ്പാട്. പന്തരീനി എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം പന്തലായിനി. പന്തരീനി എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം പന്തലായിനി. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോ. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോ. ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ചിട്ടാണ്. 15ാം നൂറ്റാണ്ടിലെ അവസാന കാലത്താണ് യൂറോപ്യർ വ്യാപാരത്തിനായിട്ട് കേരളത്തിലെത്തുന്നത്. 15ാം നൂറ്റാണ്ടിലെ അവസാന കാലത്താണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായിട്ട് കേരളത്തിലെത്തിയത്. കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടവരിൽ പ്രധാനികൾ അറബികളും ചൈനക്കാരുമായിരുന്നു. യൂറോപ്യന്മാർ വരുന്നതിന് മുമ്പ് തന്നെ കേരളവുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെട്ടവരിൽ പ്രധാനികൾ അറബികളും ചൈനക്കാരും. കേരളത്തിൽ വന്ന ആദ്യത്തെ യൂറോപ്യന്മാരെന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ വന്ന ആദ്യത്തെ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരായിരുന്നു. അറബികളുടെയും ചൈനക്കാരുടെയും കേരളത്തിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം. അറബികളുടെയും ചൈനക്കാരുടെയും കേരളത്തിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം. കോഴിക്കോട്ടെ ഭരണാധികാരിയായിരുന്നു സാമൂതിരി. അപ്പോൾ കോഴിക്കോട്ടെ ഭരണാധികാരിയായ ആ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു. കോഴിക്കോട്ടെ ഭരണാധികാരിയായിരുന്ന സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറാവാത്തതുകൊണ്ട് കോഴിക്കോടിന്റെ ശത്രുരാജ്യമായിട്ടുള്ള കൊച്ചിയിൽ താവളമുറപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ആധിപത്യം നേടാനായിട്ട് പോർച്ചുഗീസുകാർ ശ്രമിച്ചു. അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ സാമൂതിരിയോട് ആവശ്യപ്പെട്ടെങ്കിലും ഈ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറാവാത്തതുകൊണ്ട് കോഴിക്കോടിന്റെ ശത്രുരാജ്യമായിട്ടുള്ള കൊച്ചിയിൽ താവളമുറപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ആധിപത്യം നേടാനായിട്ട് പോർച്ചുഗീസുകാർ ശ്രമിച്ചു. കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പട പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല. കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പട പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കേരളത്തിലെ വ്യാപാര കുത്തക പിടിച്ചെടുക്കാനായിട്ട് പരിശ്രമിച്ചു. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കേരളത്തിലെ വ്യാപാര കുത്തക പിടിച്ചെടുക്കാനായിട്ട് പരിശ്രമിച്ചു. ആ ഒരു സമയത്ത് കുരുമുളകായിരുന്നു പ്രധാന വ്യാപാര വിള. 1663 ഡച്ചുകാര് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. അങ്ങനെ കേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാർ പോയി. 1663 ഡച്ചുകാര് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിലൂടെ ഡച്ചുകാരെയും പരാജയപ്പെടുത്തി. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിലൂടെ ഡച്ചുകാരെയും പരാജയപ്പെടുത്തി. പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാരെ ജയിക്കുകയും ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരുടെ കൈകളിലാവുകയും ചെയ്തു. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാണ് ജയിച്ചത്. അതുവഴി ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. കുഞ്ഞാലി മരക്കാന്മാർ കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാന്മാർ. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാന്മാർ. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. കുഞ്ഞാലി മരക്കാന്മാർ മൊത്തത്തിൽ 4 പേരുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചുപിടിക്കാനായിട്ട് സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമൻ. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യമാണ് ഫത്തുഹുൽ മുബീൻ. ചാലിയം കോട്ട വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്തുഹുൽ മുബീൻ. വ്യക്തമായ വിജയം എന്നാണ് ഫത്തുഹുൽ മുബീന്റെ അർത്ഥം. ഇസ്ലാം മതത്തിനും ഹിന്ദുധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിയും ഹിന്ദുവായുള്ളൊരു രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ. ഈ വരികള് ഫത്തുഹുൽ മുബീൻ എന്ന കാവ്യത്തിലേതാണ്. ഇസ്ലാം മതത്തിനും ഹിന്ദുധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിയും ഹിന്ദുവായുള്ളൊരു രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ. ഇത് ഫത്തുഹുൽ മുബീൻ എന്ന അറബി കാവ്യത്തിലെ വരികളാണ്. ആരാണ് എഴുതിയത്? ഗാസി മുഹമ്മദ്.
ഈ വരികൾ അക്കാലത്തെ സാമുദായിക സൗഹാർദ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. പ്ലാസി യുദ്ധം പോലെ ഇതൊരു മഹായുദ്ധമായിരുന്നില്ല. പക്ഷേ കേരളം, അതായത് മലബാർ പിടിച്ചടക്കാമെന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിച്ചു. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം. അതിന്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടാൻ പിന്നീട് ഒരിക്കലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുതന്നെയാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായ ധാർമ്മിക നേട്ടവും. ഇത് സർദാർ കെ എം പണിക്കരുടെ ഹിസ്റ്ററി ഓഫ് കേരളയിൽ നിന്നുള്ള കുറച്ച് വരികളാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ്സിൽ നിന്ന് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഇനി. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കുഞ്ഞാലി മരയ്ക്കാന്മാർ. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ അറിയപ്പെടുന്ന പേര് കുഞ്ഞാലി മരയ്ക്കാന്മാർ. കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർകോട്ട. കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർകോട്ട. പോർച്ചുഗീസുകാരുടെ കൈകളിൽ നിന്നും ചാലിയൻകോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമൻ. പോർച്ചുഗീസുകാരുടെ കൈകളിൽ നിന്നും ചാലിയൻകോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമൻ. ചാലിയൻകോട്ട തിരിച്ചുപിടിച്ചതിന്റെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യം ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീന്റെ അർത്ഥം വ്യക്തമായ വിജയം. ചാലിയൻകോട്ട തിരിച്ചുപിടിച്ചതിന്റെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യം ഫത്ഹുൽ മുബീൻ. വ്യക്തമായ വിജയമെന്നാണ് ഫത്ഹുൽ മുബീന്റെ അർത്ഥം. ഇസ്ലാം മതത്തിനും ഹിന്ദുധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിയും ഹിന്ദുവായുള്ളൊരു രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ. ഈ വരികൾ ഏത് കാവ്യത്തിലേതാണ്? ഫത്ഹുൽ മുബീൻ. ഇസ്ലാം മതത്തിനും ഹിന്ദുധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിയും ഹിന്ദുവായുള്ളൊരു രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ. ഈ വരികൾ ഏത് കാവ്യത്തിലേതാണ്? ഫത്ഹുൽ മുബീൻ. 1663 പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും പരാജയപ്പെടുത്തി പുറത്താക്കിയതാരാണ്? ഡച്ചുകാരാണ്. 1663 പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും പരാജയപ്പെടുത്തി പുറത്താക്കിയതാരാണ്? ഡച്ചുകാർ. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ വർഷം 1741. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ വർഷം 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമെന്ന് അറിയപ്പെട്ട യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമെന്നറിയപ്പെട്ട യുദ്ധം കുളച്ചൽ യുദ്ധം. ഹിസ്റ്ററി ഓഫ് കേരള എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? കെ എം പണിക്കരാണ്. ഹിസ്റ്ററി ഓഫ് കേരള എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? കെ എം പണിക്കർ. അടുത്ത പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615 കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615 കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്ങിലും പണ്ടകശാലകൾ അഥവാ സംഭരണ കേന്ദ്രങ്ങൾ ബ്രിട്ടീഷുകാർ ആരംഭിച്ചു. വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്ങിലും പണ്ടകശാലകൾ അഥവാ സംഭരണ കേന്ദ്രങ്ങൾ ബ്രിട്ടീഷുകാർ ആരംഭിച്ചു. ആറ്റിങ്ങൽ റാണി, ആറ്റിങ്ങൽ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർ വാങ്ങി. ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അഞ്ചുതെങ്ങിൽ കോട്ട പണിയുവാനുള്ള അനുവാദം ആര് വാങ്ങി? ബ്രിട്ടീഷുകാർ വാങ്ങി. പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായിട്ട് പിന്നീട് അഞ്ചുതെങ്ങ് മാറി. പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായിട്ട് അഞ്ചുതെങ്ങ് മാറി. അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കി മാറ്റിയതിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായിട്ട് പോവുകയായിരുന്ന 150ഓളം ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇതിനെയാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കിയതിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായിട്ട് പോവുകയായിരുന്ന 150ഓളം ബ്രിട്ടീഷുകാരെ നാട്ടുകാർ വധിച്ചു. ഇതാണ് പിന്നീട് ആറ്റിങ്ങൽ കലാപം എന്ന് അറിയപ്പെട്ടത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിട്ട് ആറ്റിങ്ങൽ കലാപം അറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിട്ട് കരുതുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ആർക്ക് കിട്ടി? ബ്രിട്ടീഷുകാർക്ക് കിട്ടി. തുടർന്ന്
1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് കപ്പം കൊടുക്കാനായിട്ട് നിർബന്ധിതനായി. 1792 തന്നെ കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാനായിട്ട് നിർബന്ധനായി. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. പകരം ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിന് വാഗ്ദാനം ചെയ്തു. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് പകരം ബ്രിട്ടീഷുകാർ എന്ത് വാഗ്ദാനം ചെയ്തു? ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം തിരുവിതാംകൂറിന് വാഗ്ദാനം ചെയ്തു. മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരിക്കാൻ തുടങ്ങി. മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. അങ്ങനെ 18-ാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായിട്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി. അങ്ങനെ 18-ാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി. ഇത്രയും പോയിന്റ്സ് ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക്, അതായത് ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിൽ ഉറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഇനി ഈ പോയിന്റ്സിൽ നിന്ന് PSC ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായി വന്ന ബ്രിട്ടീഷുകാർ കേരളത്തിൽ എത്തിയത് എപ്പോഴാണ്? 1615 കാലഘട്ടത്തിലാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായി വന്ന ബ്രിട്ടീഷുകാർ കേരളത്തിൽ എത്തിയത് എപ്പോൾ? 1615. ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണ്ടകശാലകൾ ആരംഭിച്ച സ്ഥലങ്ങൾ വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണ്ടകശാലകൾ ആരംഭിച്ച സ്ഥലങ്ങൾ വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ അനുവാദം നൽകിയത് ആരാണ്? ആറ്റിങ്ങൽ റാണിയാണ്. ആറ്റിങ്ങൽ എവിടെയാണ്? തിരുവനന്തപുരത്ത്. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങ് കോട്ട പണിയാനായിട്ട് അനുവാദം നൽകിയത് ആരാണ്? ആറ്റിങ്ങൽ റാണി. ബ്രിട്ടീഷുകാരുടെ പടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രം അഞ്ചുതെങ്ങ്. ബ്രിട്ടീഷുകാരുടെ പടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രം അഞ്ചുതെങ്ങ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1792. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1792. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യകാല ചെറുത്തുനിൽപ്പുകളെ പറ്റിയിട്ടാണ്. അതിലൊന്നാണ് പഴശ്ശി കലാപങ്ങൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരം കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കുവാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായിട്ട് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കുവാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തു. എന്നാൽ വിജയശേഷം ഈ വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. പകരം വയനാടിന്മേൽ ബ്രിട്ടീഷുകാർ അവകാശം ഉന്നയിക്കുകയും ചെയ്തു. വിജയശേഷം കോട്ടയത്ത് നികുതി പിരിക്കുവാനുള്ള അധികാരം പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. ഈ വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. പകരം വയനാടിന്മേൽ ബ്രിട്ടീഷുകാർ അവകാശം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശി ശക്തമായ ഒളിപ്പോര് നടത്തി. വയനാടിനുമേൽ ബ്രിട്ടീഷുകാർ അവകാശം ഉന്നയിക്കുകയുണ്ടായപ്പോൾ ഇതിനെതിരെ ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായിട്ടുള്ള തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശി ശക്തമായിട്ട് ഒളിപ്പോര് നടത്തി. പക്ഷേ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. കേരളസിംഹം. കേരളസിംഹം എന്ന പേരിൽ അറിയപ്പെട്ട പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജയെന്നും കൊട്ടിയോട്ട് രാജയെന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. പഴശ്ശി രാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ കേരളസിംഹം എന്ന ചരിത്ര നോവലിൽ എഴുതിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശി രാജാവ് ആത്മഹത്യ ചെയ്തതായിട്ടാണ് നോവലിലെ പരാമർശം. കേരളസിംഹം എന്ന പേരിൽ അറിയപ്പെട്ട പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജയെന്നുമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പഴശ്ശി രാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയിട്ട് സർദാർ KM പണിക്കർ കേരളസിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങി
പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായിട്ടാണ് ആ നോവലിൽ പരാമർശിച്ചിട്ടുള്ളത്. പഴശ്ശി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്, മാനന്തവാടി. ഇത്രയും പോയിന്റ്സ് ആണ് പഴശ്ശി കലാപത്തെ കുറിച്ചിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഇതിൽ നിന്ന് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. പഴശ്ശിരാജയുടെ മുഴുവൻ പേരിൽ കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ മുഴുവൻ പേര് കേരളവർമ്മ പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെട്ടത് ആരാണ്? പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെട്ടത് പഴശ്ശിരാജ. കേരള സിംഹം എന്ന നോവൽ എഴുതിയത് കെ.എം. പണിക്കർ. കേരള സിംഹം എന്ന നോവൽ എഴുതിയത് കെ.എം. പണിക്കർ. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ വയനാട്ടിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിയെ സഹായിച്ചത് ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ വയനാട്ടിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിയെ സഹായിച്ചത് ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈത്തേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു. പഴശ്ശിയെ സഹായിച്ച കുറിച്യർ നേതാവാരാണ്? തലക്കൽ ചന്തുവാണ്. പഴശ്ശിയെ സഹായിച്ച കുറിച്യർ നേതാവാരാണ്? തലക്കൽ ചന്തു. പഴശ്ശിരാജ വധിക്കപ്പെട്ടതെന്നാണ്? 1805 നവംബർ 30-ന്. പഴശ്ശിരാജ വധിക്കപ്പെട്ടതെന്നാണ്? 1805 നവംബർ 30-ന്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മാനന്തവാടി. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മാനന്തവാടി. അടുത്തായിട്ട് പഠിക്കാനുള്ളത് വേലുത്തമ്പിയും പാലിയത്തച്ഛനും. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതിനെതിരെ ദിവാൻമാരായിട്ടുള്ള വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചു. മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കൂടുതൽ പോരാടിയതാരാണ്? പഴശ്ശിരാജയാണെങ്കിൽ തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും കാര്യത്തിൽ വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനുമായിരുന്നു. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതിനെ തുടർന്ന് ദിവാൻമാരായിട്ടുള്ള വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചു. 1809 ജനുവരി 11-ന് പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തു. 1809 ജനുവരി 11-ന് പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് ആഹ്വാനം ചെയ്തു. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സൈന്യം ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സൈന്യം ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതിയെ ആക്രമിച്ചു. ബ്രിട്ടീഷ് സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. ബ്രിട്ടീഷ് സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാതെ വന്നപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ കെട്ടിത്തൂക്കി. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ കെട്ടിത്തൂക്കി. പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തുകയും ചെയ്തു. പാലിയത്തച്ഛനെ എവിടേക്കാണ് നാടുകടത്തിയത്? മദ്രാസിലേക്ക്. ഇതാണ് മണ്ണടിയിലെ വേലുത്തമ്പി ദളവയുടെ പ്രതിമയും സ്മാരകവും. ഇതാണ് പാലിയത്തച്ഛൻ. ഇത്രയും പോയിന്റ്സ് ആണ് വേലുത്തമ്പി ദളവയെ കുറിച്ചിട്ടും പാലിയത്തച്ഛനെ കുറിച്ചിട്ടും ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൽ നിന്ന് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. കുണ്ടറ വിളംബരം നടത്തിയതാരാണ്? വേലുത്തമ്പി ദളവയാണ്. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി 11. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി 11. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത ക്ഷേത്രം എവിടെയാണ്? മണ്ണടി ക്ഷേത്രമാണ്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രം. വേലുത്തമ്പി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണടിയിലാണ്. വേലുത്തമ്പി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി. വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയത് എവിടെയാണ്? തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ്. വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയത് എവിടെയാണ്? തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ. പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയത് എവിടേക്കാണ്? മദ്രാസ്. പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയത് എവിടേക്കാണ്? മദ്രാസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.